ഹലോ ഗഡീസ്, വെൽക്കം ബാക്ക് ടു ഗഡീസ് മീഡിയ. ഇന്ന് നമ്മളുള്ളത് ലാൽബാഗിലാണ്. ബാംഗ്ലൂരിലൊരു പാർക്കല്ല, ഗാർഡനാണ് ലാൽബാഗ്. നമ്മൾ കോമൺലി ലാൽബാഗ് എന്ന് പറയുമെങ്കിലും ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ ബൊട്ടാനിക്കൽ ഗാർഡൻ എന്താണെന്നുള്ള ചോദ്യം വരും. അതായത് ഇത് ചെടികളെ സയൻറ്റിഫിക്കായിട്ട് പഠിച്ചിട്ട് അത് പബ്ലിക്കിന് വേണ്ടി ഡിസ്പ്ലേ ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബൊട്ടാനിക്കൽ ഗാർഡനാണ് ലാൽബാഗ്. ഏതാണ്ട് 265 വർഷത്തോളം പഴക്കമുണ്ട്. ടിപ്പു സുൽത്താനാണ് ഈ ഒരു ഗാർഡൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്തത് ടിപ്പു സുൽത്താൻ്റെ ഫാദറായിട്ടുള്ള മൈസൂരിലെ മുൻ രാജാവായിട്ടുള്ള ഹൈദരാലി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയാണ് സ്റ്റാർട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകനും. അപ്പോൾ ബാംഗ്ലൂരിൽ ഒരു ദിവസത്തേക്കൊക്കെ വന്നിട്ട് കാണാനായിട്ട് എന്തായാലും കണ്ടിരിക്കേണ്ടതും അല്ലെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യുന്നവരായാലും എന്തായാലും കണ്ടിട്ടുള്ളതുമായുള്ളൊരു സ്ഥലമാണ് ലാൽബാഗ്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് എൻ്റർ ചെയ്തു. ഏതാണ്ട് 50 രൂപയാണ് നമുക്കുള്ളൊരു ടിക്കറ്റ് ചാർജ്. അത് കഴിഞ്ഞു. ഏതാണ്ട് ഇത് ഭയങ്കര വലിയൊരു സ്ഥലമാണ്. ഒരു 250 മേലെ ഏക്കർ വിസ്തൃതിയുള്ളൊരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നടന്ന് കാണാം, അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ബഗ്ഗീസ് ഉണ്ട്. നമ്മളെ ആൾക്കാരെ ഇരുത്തി കൊണ്ടുപോയി കാണിക്കുന്ന ഒരു വാൻ പോലത്തെ ഒരു വണ്ടിയുണ്ട്. ഓപ്പണായിട്ട് ഇരിക്കും, നമുക്ക് സുഖമായിട്ട് കാണാം. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ എടുക്കാം, പക്ഷെ ഞാൻ നടന്ന് കാണാൻ വേണ്ടി വെച്ചു. അതാണല്ലോ ഒരു എക്സ്പ്ലോറേഷൻ എന്ന് പറയാം. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണട്ടെ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ ആദ്യമായിട്ട് കയറിയത് ലാൽബാഗിൻ്റെ നഴ്സറി സെഷനിലേക്കാണ്. ഇവിടെ കുറേ ചെടികൾ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ ഹൗസിലായാലും അതുപോലെ പുറത്തായാലും വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്കത് വാങ്ങാം. അതല്ലാതെ വാങ്ങാൻ പറ്റാതെ ആസ്വദിക്കാൻ മാത്രമായിട്ടുള്ള ചെടികൾ അപ്പുറത്തുണ്ട്. അപ്പം അങ്ങോട്ടൊക്കെ പോകണം. ഇത് വലിയൊരു ഏരിയ ആണ് കേട്ടോ. ഇത് 250 ഏക്കർ ഉണ്ട് ഈ സ്ഥലം. കാണാൻ തന്നെ ആകുമ്പോൾ അത്യാവശ്യം ഉണ്ട്. ഇവിടെ മറ്റേ ത്രോൺസ്, കാക്ടസ് മോഡൽസ് ചെടികളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടോ സ്നേക്ക് പ്ലാന്റ്, അങ്ങനെ കുറേ വെറൈറ്റി ഇനങ്ങൾ ചെടികളെല്ലാം ഇവിടെ കാണാവുന്നതാണ്. പിന്നെ ഇവിടെയുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു 300 കോടി 3000 മില്യൺ എന്നാണ് ഗൂഗിളിൽ എഴുതിയിട്ടില്ല. 3000 മില്യൺ എന്ന് പറഞ്ഞാൽ 300 കോടിയോളം വർഷം പഴക്കമുള്ള ഒരു പാർക്കറ്റ് ഉണ്ട്. നമുക്ക് എന്തായാലും അത് കാണണം. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുമ്പോൾ അങ്ങനത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കീപ് വാച്ചിങ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ കാണുന്ന ഒരു പാറയാണ് 300 കോടി വർഷത്തോളം പഴക്കമുള്ള പാറ എന്ന് പറയുന്നത്. ഈ ഒരു ലാൽബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ നഗരത്തിൻ്റെതായ ശബ്ദങ്ങളും ഈ സിറ്റിയുടെ ബുദ്ധിമുട്ടുകളും നിൽക്കുന്നവർക്കൊന്നുമില്ല. നമുക്കിവിടെ നോക്കിയാൽ സിറ്റി കാണുകയും ചെയ്യാം. നിങ്ങൾക്ക് ആ ദൂരം നോക്കിയാൽ കാണാം, ടൗൺ കാണാം. ബാംഗ്ലൂരിനെ ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയപ്പെടുന്നല്ലോ ബാംഗ്ലൂരിനെ. അങ്ങനെ പറയാനായിട്ടുള്ളൊരു മേജർ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളൊരു പാർക്കും കൂടിയാണിത്.
പിന്നെ ലാൽബാഗിൽ ഏതാണ്ട് 2100 മീതെയുള്ള ചെടികളുടെ വെറൈറ്റീസ്, ചെടികൾ എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കലായിട്ടുള്ള ചെടികളുടെ വെറൈറ്റീസൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും കാണാം. ഇതാണ് കേട്ടോ ലാൽബാഗിലെ ഗ്ലാസ് ഹൗസ്. ഫ്ലവർ ഷോ ഒക്കെ നടക്കാറുണ്ട്, അത് ഇതിൻ്റെ അകത്താണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റാണെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് റിപ്ലൈ തന്നോളൂ. വർഷത്തിൽ 2 തവണയാണ് ഫ്ലവർ ഷോ നടക്കാറ്. ഒന്ന് റിപ്പബ്ലിക് ഡേക്കും മറ്റേത് ഇൻഡിപെൻഡൻസ് ഡേക്കും നടക്കാറ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡിസംബറിലാണ്. ജനുവരി വരെയാണെങ്കിൽ നമുക്കതൊന്ന് കാണാനും ആസ്വദിക്കാനും പറ്റും. ജസ്റ്റ് ആ ഒരു ഡേ മാത്രമല്ല, ആ ഒരു മെയിൻ ഡേനെ റിപ്പബ്ലിക് ഡേനൊക്കെ ഇപ്പോൾ ചുറ്റി പറ്റിയിട്ടുള്ളൊരു മേ ബി 1 വീക്കൊക്കെ അത് കാണാൻ പറ്റുന്നതായിരിക്കും. ലാൽബാഗ് ഗാർഡൻ്റെ എവിടെ നോക്കിയാലും ഓരോ സൈൻ ബോർഡുകൾ ഉണ്ടാവും. കാരണം ഇത്രയും വലിയ സ്ഥലമല്ലേ, അപ്പോൾ നമ്മളിവിടെ ലോസ്റ്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു മരത്തിൻ്റെ കഷ്ണം എന്ന് പറയുന്നത് ഒരു ട്രീ ഫോസിലാണ്. അതായത് 20 മില്യൺ വർഷം എന്ന് പറഞ്ഞാൽ 2 കോടി വർഷം പഴക്കമുള്ളൊരു ട്രീ ഫോസിലാണ് ഈ കാണുന്നത്. അതായത് ബേസിക്കലി ട്രീയുടെ ഒരു അസ്ഥിക്കൂടം എന്ന് പറയാം. ആ ട്രീയുടെ ഒരു കാതലാണെന്ന് തോന്നുന്നത്. എന്ത് മരത്തിൻ്റെ ആണെന്നൊന്നും കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടില്ല. അടുത്തായിട്ട് നമുക്ക് ഇവിടെ ലാൽബാഗിൽ കാണാനുള്ളത്, ഇവിടെ ഒരു ഫ്ലോറൽ ക്ലോക്ക് ഉണ്ട്. അതായത് ചെടികളും പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയൊരു ക്ലോക്കാണ്. ഈ ക്ലോക്ക് വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ സെക്കൻഡ് സ്വിച്ച് നീങ്ങുന്നത് കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. ഇതിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് HMT ആണ് കേട്ടോ. നമ്മുടെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള വാച്ച് നിർമ്മാണ കമ്പനി ഇത് HMT, ഹിന്ദുസ്ഥാൻ മെഷീനറി ടൂൾസ് എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം. അവരാണ് ഇവിടെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതും. ഏതാണ്ട് 40 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു ക്ലോക്കാണിത്. നമ്മളിപ്പോൾ നോക്കുന്നത് ക്ലോക്കിൻ്റെ ഒരു റൈറ്റ് സൈഡിൽ നിന്നാണ്. ഇതിൽ ടൈമൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരെ നോക്കിയാൽ കറക്റ്റ് നമുക്ക് മനസ്സിലാവും. ഇത് സമയം എത്ര മണി? 5:03 വാച്ചിൽ. അപ്പോൾ ഇവിടെ 5:03. നമ്മളിപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത്. കറക്റ്റ് ആ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലാണ് കറക്റ്റ് മനസ്സിലാവുക. ഇത് കൊള്ളാമല്ലോ. ഇതെന്തോ ഒരു റൂമാണ്, എന്തോ ഒരു മെയിൻ്റനൻസ് ആയിട്ടുള്ള റൂമാണ്, ജനറേറ്റർ റൂം അങ്ങനെ എന്തോ ആണ്. പക്ഷെ ഇതിൻ്റെ മുകളിൽ വരെ അവർ കറക്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് ചെടികൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇതാണ് കേട്ടോ ലാൽബാഗിലെ ലേക്ക്. ഇത് അത്യാവശ്യം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ഒരു ലേക്കാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിന് ചുറ്റിനും ആൾക്കാർക്ക് ജോഗ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പാത്ത് വേ ഉണ്ട്, വാക്ക് വേ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് പിന്നെ വാട്ടർഫോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 5:30 ആകുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള വാട്ടർഫോൾ ആയിരിക്കും, വല്ല വാട്ടർ ഫൗണ്ടെയിൻ പോലത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. 5:30 ആകുമ്പോൾ സ്റ്റാർട്ടാവുമെന്ന് പറഞ്ഞത്. പിന്നെ 4 മണിക്കും ഒരു ഷോ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെ വല്ലതായിരിക്കണം. നമുക്ക് എന്തായാലും അത് കാണാം. ഗൈസ്, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ തന്നെയായിരുന്നു അത് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ലേക്കിലത്തെ വെള്ളം തന്നെ എടുത്തിട്ട് വീണ്ടും അത് മുകളിലോട്ട് കയറ്റി താഴേക്ക് ഇറക്കുന്ന ഒരു സൈക്ലിംഗ് സിസ്റ്റത്തിൽ തന്നെയാണ് അത് വർക്ക് ചെയ്യണത്. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ വാട്ടർ വേസ്റ്റേജൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ ടൈമിങ്സ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ 5:30 കറക്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. 6 മണി വരെ ഉണ്ടാവും എന്നാണ് അറിഞ്ഞത്. അതുപോലെ 4 മണിക്കൊരു ഷോ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ ഉള്ള ഒരു ചേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഇതേപോലുള്ള വീഡിയോസ് എല്ലാം കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഒരു നല്ലൊരു എൻജോയബിളും ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോയിൽ വരുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.